അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. വേറെ ലോകത്തിനെ പറ്റിക്കാൻ എന്നെ പറ്റിക്കാൻ പറ്റൂല. അല്ല, അതിൽ നമ്മളൊക്കെ പങ്കെടുക്കുകയാണ്. കേരള ഗവൺമെൻറ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വളരെ വലിയ ഒരു ഇനീഷ്യേറ്റീവിനാണ് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇന്നലെയൊക്കെയായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ദിനം ആചരിക്കുന്നുണ്ട്. ലഹരി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഈ യുഗത്തിലെ ഒരു ദുരന്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരായി ഉള്ള ക്യാമ്പയിൻ ലോകം മുഴുവനുള്ളതാണ്. പക്ഷേ ഇവിടെ പുതിയ ഗവൺമെൻറ് അത് വലിയ ഒരു പരിപാടിയായി ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബോധവൽക്കരണവും ഇവിടെ നടന്ന ബോധവൽക്കരണവും അതേപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ ഒരുമിച്ച് നടത്തി നമ്മൾ ഈ സംസ്ഥാനത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കും. യാതൊരു സംശയവും വേണ്ട. ദൃഢനിശ്ചയം ചെയ്ത ഒരു മൂവ്മെൻ്റായി അത് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര വകുപ്പ് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നു. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുമെന്നുള്ള തീരുമാനം അതൊരു വലിയ വ്യാപകമായിട്ടുള്ള ആശങ്ക പല സംഘടനകൾക്കുണ്ട്. ലീഗിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ലീഗിന്റെ അഭിപ്രായമല്ല, ഞാനിപ്പോൾ ഗവൺമെൻറ് കാര്യം തന്നെ പറയാം. ഈ പുതിയ ഗവൺമെൻറ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ അതിൻ്റെയൊക്കെ പിതൃത്വം കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഉള്ളതാണ്. കാരണം ഗവൺമെൻറ് ഇപ്പോൾ ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, പഴയ പല തീരുമാനങ്ങളുടെയും കണ്ടിന്യൂവേഷൻ ചില ഭാഗങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം, അതുപോലെ തന്നെ UDFിൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ഒക്കെ ഒരു നയം വളരെ വിശദമായി പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി പറയും. അതാണ് ഞങ്ങളുടെ നയം. കാരണം ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഇപ്പോൾ ടാക്സിൻ്റെ ഫയൽ അതിവേഗം സഞ്ചരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ബഹുദൂരം മാസങ്ങളോളം സഞ്ചരിച്ചാണ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ സഞ്ചാരപാത നിങ്ങളെല്ലാവരും പുറകോട്ടൊന്ന് നോക്കണം. വളരെ ദൂരം സഞ്ചരിച്ചാണ് അത് എത്തിയിരിക്കുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തലേന്ന് ബഡ്ജറ്റിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരു മാസമായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഒരു 15 ദിവസമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സ്പീഡിൽ പോയത് മാത്രമേ ഇപ്പോൾ വലിയ കാര്യമായിട്ട് പറയുന്നുള്ളൂ. പക്ഷേ ആ ഫയലുകളൊക്കെ ബഹുദൂരം സഞ്ചരിച്ച് അനവധി കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിയതാണ്. അത് നല്ല സ്പീഡിലാണ് പോകുന്നതൊക്കെ. അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ പുതിയ ഗവൺമെൻറ് മുമ്പിൽ വരുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ ബഡ്ജറ്റിൽ പ്രതിഫലിച്ചു എന്ന് വരും. ഉദ്യോഗസ്ഥന്മാരൊക്കെ പഴയത് തന്നെയാണല്ലോ. IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാവരും പഴയത് തന്നെയാണ്. പക്ഷേ പുതിയ ഗവൺമെൻറ്റിന് ആ വക കാര്യങ്ങൾ ഇപ്പോൾ ടാക്സ് ആയാലും ബാക്കി എന്തായാലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ച് പറയും എന്ന് പറഞ്ഞത്. തങ്ങൾ എഴുതിയ ലേഖനത്തിൽ തന്നെ പറയുന്നത് ബഡ്ജറ്റിൽ അത്രയും നികുതി നിശ്ചയിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലേ, നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളവർക്ക് അതിനോട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഡൈവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ സമയം മുതൽ വന്ന ഒരു ഫയലിൽ ഒരു ടാക്സ് പ്രൊപ്പോസൽ വന്നു എന്ന് കരുതി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് വേണം എന്നുള്ളത് UDFും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. PM ശ്രീയിലും കഥ അത് തന്നെയാണ്. ഞാനതാ പറഞ്ഞത്. PM ശ്രീയും ബഹുദൂരം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങളുടെ മുമ്പിലെത്തിയത്. ഒരു മാസമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പെരടിക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. കാരണം PM ശ്രീയിൽ കൊണ്ടുപോയി കുടുക്കി വെച്ചു. അപ്പോൾ അവിടെ നിയമസഭയിൽ തന്നെ അടിയന്തര പ്രമേയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങൾ പണം വാങ്ങിയതെന്നാണ് പറഞ്ഞത്. ഒരേ വിശദീകരണം. അപ്പോൾ അവർ ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ അതുവരെ പറഞ്ഞതൊക്കെ ഒറ്റ പറച്ചിൽ നിന്ന് പിന്നെ അവസാനിച്ചില്ലേ.
ഫണ്ട് കിട്ടൂല എന്നായപ്പോൾ ഞങ്ങൾ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞു. ഫണ്ട് വാങ്ങി ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാനാണ് ഞങ്ങൾ കമ്മിറ്റിയെ വെച്ചത്. ഇതിലൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഓരോ വിഷയങ്ങളും അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് വിവാദമാക്കുക എന്നല്ലാതെ ഇതെല്ലാം അവർ ചെയ്തു വെച്ചതാണ്. ഇനി അതിൽ നിന്ന് തല ഊരണമെങ്കിൽ തന്നെ പരിക്കില്ലാതെ തല ഊരണമെങ്കിൽ തന്നെ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. ഞങ്ങളത് എത്ര പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ഒരു നീക്കം തന്നെ ഇല്ല. നീ മനസ്സിലാക്കേണ്ടത് കരിമണൽ സ്വകാര്യവൽക്കരിക്കാനേ സാധിക്കില്ല. ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. അത് ഇനി അങ്ങോട്ട് പറ്റേയില്ല. അങ്ങനെ ഒരു സംഗതി ഇനി വേറൊരു കാര്യം പറയാം, ഞങ്ങൾ അനുവദിക്കൂല്ല, ഒരു സംശയം വേണ്ട. അതും ഈ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റുകളൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. ഞങ്ങളത് വിശദമായി നോക്കിയിട്ട് ഇതിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ഖനനത്തിൻ്റെയോ വല്ല പഴുതുമുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കൂല. എന്താ സംശയം? ഇത് ഞങ്ങളെ മുമ്പിൽ അവതരിച്ചത് പബ്ലിക് സെക്ടറിലും കൂടി നടത്തുന്ന ഒരു വാല്യൂ അഡീഷൻ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു വാല്യൂ അഡീഷൻ മാത്രമായി ഞങ്ങളുടെ മുമ്പിൽ. അതിൻ്റെ ഫയൽ ഞങ്ങൾ വിശദമായിട്ട് പഠിക്കും. പഠിച്ചിട്ട് അതിലെ ഞങ്ങളെ നയം പറയും. സംശയം വേണ്ട, ഖനനവും പാടില്ല, സ്വകാര്യവൽക്കരണം പാടില്ല. ഈ രണ്ട് കാര്യം ഞങ്ങൾ അനുവദിക്കുകയില്ല. പുതിയ ഖനനം, സ്വകാര്യവൽക്കരണം, നോ ടു ദാറ്റ്. അതാണ്. പിന്നെ അതിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്നത് 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം, 2003 കഥ ശരിയാണ്, 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ സ്വകാര്യവൽക്കരണമോ ഖനനോ അനുവദിച്ചിട്ടില്ല. ഇടയ്ക്കുണ്ടായ സംഭവങ്ങളൊക്കെ കൂടി ഞങ്ങളെ പെരടിക്ക് വെക്കണ്ട. ഞങ്ങൾക്ക് പുതിയ ഖനനം ആലപ്പുഴ തീരമേഖലകളിലൊന്നും പുതിയ ഖനനത്തിന് പറ്റൂല. ഞങ്ങൾ ഒരു സംശയവും വേണ്ട, പുതിയ ഖനനവും അത് സ്വകാര്യ മേഖലക്ക് കൊടുക്കും. ഈ രണ്ടും ഉണ്ടാവില്ല, ഉറപ്പ്. ഇപ്പോൾ വെച്ചിരിക്കുന്ന MOUവിനെ പറ്റിയൊക്കെ പത്രങ്ങളിൽ, മലയാള മനോരമയിലൊക്കെ പിന്നെ ലേഖനമായിട്ട് വന്നിരുന്നു. ഞാനത് സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളത് മുഴുവനൊന്ന് എടുത്തു നോക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയും എഗ്രിമെൻറ്റും ഡീലും MOU ഒക്കെയാണത്. അതിനെ സംബന്ധിച്ച് ഡീൽ ചെയ്യാൻ മറ്റൊരർത്ഥത്തിലൊന്നുമല്ല പറയുന്നത് കേട്ടോ. എന്തുതന്നെയാണെങ്കിലും ശരി, ഞങ്ങളത് വിശദമായിട്ട് പഠിച്ചിട്ടല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല. കാവൽ മന്ത്രിസഭയുടെ സമയത്ത് കുറഞ്ഞ ദിവസം കൊണ്ട് അതിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി കൊടുക്കാനുള്ള നീക്കം പിണറായി സർക്കാർ നടത്തിയെന്ന് പറയുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇത് സംബന്ധിച്ച് നടന്നതൊക്കെ ഞങ്ങൾ എടുത്തു നോക്കും. ഇതിനിടയ്ക്ക് ഞങ്ങളെ മുമ്പിൽ ഒരു MOU സൈൻ ചെയ്യുന്ന വിഷയം വന്നു. MOU സൈൻ ചെയ്യാൻ ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ല. പുതിയ ഗവൺമെൻറ്റിനെ പഠിക്കാൻ സമയം കൂടി എല്ലാം പഠിച്ചതിന് ശേഷമേ പറയുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതല്ലേ എല്ലാവരുടെയും ആശങ്ക. അത് ഇവിടെ ദൂരീകരിച്ചു തരാം. സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ല, പുതിയ ഖനനം ഉണ്ടാവില്ല. മദ്യം വിൽക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ ലീഗിന്റെ നയം? ഒരു ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണ്ട. UDFന്റെ നയം ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ലീഗ് എന്നും മധ്യ ഇത് തന്നെയുള്ളു. അതിമേലൊരു ട്വിസ്റ്റിന് വേണ്ടി ഇല്ല. നല്ല സ്ട്രൈറ്റ് അല്ല, അതൊക്കെ നല്ല സ്ട്രൈറ്റായിട്ട് ഞാൻ പറഞ്ഞ മറുപടിയിലുണ്ട്. പുതിയ ഗവൺമെന്റ് ഒരിക്കലും തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അത്തരം ഞങ്ങൾ വിമർശിക്കപ്പെട്ട പാളിച്ചകളൊന്നും നടപ്പിലാക്കില്ല. ഞങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. മദ്യം സംബന്ധിച്ച് ഞങ്ങളെ നയം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് UDF ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം. UDFൽ ലീഗും ഉണ്ട്. ലീഗ് ആ കാര്യം നല്ലപോലെ നോക്കും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നയം നല്ലപോലെ നോക്കുന്ന കൂടുതലാണ്. ഈ സഭയിലെ ഈ കുട്ടനാട് MLA ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി അവധിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് താങ്കളോടാണ്. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദ്യം വന്നപ്പോൾ അത് എണീറ്റെന്ന് ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞുപോയ സംസാരമാണ്. മുറിഞ്ഞ സംസാരമാണ്. അത് ഉടനെ നിങ്ങൾ ഇവിടുന്ന് വാർത്തയാക്കിയെന്നുള്ളൂ. അല്ലാതെ അത് കുട്ടനാട് MLA എല്ലാം ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. വേറെ ലോകത്തിനെ പറ്റിക്കാൻ എന്നെ പറ്റിക്കാൻ പറ്റൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.